വനിതാരത്നത്തിൻ്റെ എറണാകുളത്തെ ഓഡിഷൻസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അകത്ത് വനിതാരത്നത്തിൻ്റെ പാർട്ടിസിപ്പൻസ് ഒത്തിരി പേർ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ നമ്മൾ പുറത്ത് കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡും കുട്ടിയൊക്കെ ആയിട്ട് ഹസ്ബൻഡ് കുട്ടിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. നമുക്ക് ആ ഹസ്ബൻഡിനോട് തന്നെ ചോദിക്കാം, ഇങ്ങനെ ഒരു വർക്കിംഗ് ഡേയിൽ പോലും വൈഫിനെ ഇത്രയധികം സപ്പോർട്ട് ചെയ്ത് ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ ഒരു റീസൺ, അതിൻ്റെ ഒരു മോട്ടിവേഷനെ കുറിച്ച്. അപ്പോൾ എന്ത് തോന്നുന്നു ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച്? വളരെ നല്ല അഭിപ്രായമാണ്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഇങ്ങോട്ട് വന്നത്? അതുകൊണ്ടാണ് വന്നത്. കാരണം എൻ്റെ വൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഞാൻ മാരി ചെയ്യുമ്പോഴും ആ ഒരു ഇതൊക്കെ കൺസെപ്റ്റ് നോക്കിയിട്ടാണ് മാരി ചെയ്തിട്ടുള്ളത്. പക്ഷെ പിന്നീട് അവർക്ക് അവസരങ്ങളൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. ആദ്യമായാണ് ഇങ്ങനൊരു അവസരം കിട്ടിയത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. ഇങ്ങനെ കലാപരമായ ഒത്തിരി ആക്ടിവിറ്റീസ് ഉള്ള ഒരു പെൺകുട്ടി ഒരു പക്ഷേ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അവസരം കിട്ടാറില്ല എക്സ്പ്രസ് ചെയ്യാനായിട്ട്. അപ്പം ഇങ്ങനെ ഒരു അവസരം അതിന് ഉതകുമെന്ന് തോന്നുന്നുണ്ടോ? തോന്നും, തീർച്ചയായും. കാരണം ആദ്യമായാണ് ഇങ്ങനെ ഒരു നമുക്കിപ്പോൾ ഒരുപാട് ചാനലുകളുണ്ട്. പക്ഷേ ആദ്യമായാണ് ഒരു ചാനൽ ഇങ്ങനെ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അവരുടെ മുൻകാല കഴിവുകൾ പ്രകടിപ്പിക്കാനായിട്ട് ഒരു അവസരം ആദ്യമായിട്ടാണ് അമൃത TV ആണ് തന്നിട്ടുള്ളത്. വേറൊരു ചാനലും എൻ്റെ അറിവിലില്ല, തന്നിട്ടില്ല. കുഞ്ഞിപ്പാത്തുമ്മ അല്ല, നീയേ ആനമക്കാടിൻ്റെ പൊന്നാര മോള അൻ്റെ ഉപ്പുപ്പാക്ക് ഒരാന ഉണ്ടായിരുന്നു. ഇങ്ങനെ വലിയൊരു കൊമ്പനാന. മമ്മ എൻ്റെ കവളുമ്മൽ മാത്രം എന്താ ഈ മറുക്? ഒരു 4 വരി പാട്ട്, വനിതാരത്നം. ഒരു വനിതാരത്നം എന്തായിരിക്കണം? സകലകലാവല്ലഭ വനിതാരത്നം, സർവഗുണസമ്പന്ന വനിതാരത്നം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ജാസ്മിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് ശ്രീദേവി പിള്ള. ഒരു ചെറിയ പാട്ട് പാടാമെന്ന് വിചാരിക്കുന്നു. പണ്ടു നമ്മൾ കണ്ടിട്ടില്ല പവിഴമല്ലിപ്പൂവനത്തിൽ പാട്ടുപാടി ഓടിയിട്ടില്ല. ഈ കാണുന്നത് ഒരു പെന്നാണ് അല്ലേ? ഇത് പെന്നല്ലാന്ന് വിചാരിക്കും. ഇതൊരു കത്തിയാണ്. ഈ കത്തിയിൽ കുറച്ച് ചോര പുരണ്ടിട്ടുണ്ട്. ഈ കത്തിയുടെ കഥ പറയും. പല നാളായി കൊതിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഇന്ന് ചെയ്തു തീർത്തത്. എത്രയോ സ്വപ്നങ്ങളിൽ പ്രതികാരം കടന്നു വന്നിരുന്നു. ഞാനൊരു കത്തിയാണ്. എൻ്റെ ശത്രുവിൻ്റെ ചോര കാണലായിരുന്നു എൻ്റെ സ്വപ്നം. ഇന്ന് ഞാനത് കണ്ടിരിക്കുന്നു. താങ്ക് യു. വെരി ഗുഡ്. ശ്രീദേവി, you have done very well for yourself. എൻ്റെ പേര് സോണിയ എന്നാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ചന്തം കാളിൻ്റെ നാദം പോലെ സംഗീതം, നെഞ്ചം തേനൂറും പോലെ സല്ലാപം, നറുവെണ്ണയോടെ പ്രേമകാവ്യം, നിലാവിൻ്റെ ശീതളമായ കുളിരും തുളുമ്പി ഞരമ്പിൽ കോമളതയും. You qualify for the next stage. I'm basically into modeling. Okay. So I've done completed maybe 30 to 35 ramps ഞാൻ ചെയ്തിട്ടുണ്ട്. Otherwise showcase ചെയ്യാൻ വേണ്ടിയിട്ട് I can sing a song, though my voice is not that good. No problem. खुदा से मन्नत है मेरी, लौटा दे जन्नत वो मेरी, वो अमन वो चमन का नज़ारा. ഈ ലോകത്ത് Yes. ഏറ്റവും നല്ല ദോശയും സാമ്പാറും രാധികയുടെ അമ്മ ഉണ്ടാക്കുന്ന ദോശയും സാമ്പാറും. ഞാൻ പറയട്ടെ. Okay. ബട്ട് ഇത് എനിക്ക് അറിയില്ല, സുജയ്ക്ക് അറിയില്ല, ആർക്കും അറിയില്ല. ആൻഡ് നൗ രാധിക ഇതിനെ ഒന്ന് മാർക്കറ്റ് ചെയ്യാൻ പോകാം. യെസ്, ഒന്ന് പറയും. ഓക്കെ. ദോശയും സാമ്പാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ വളരെ കോമൺ ആൻഡ് വിശിഷ്ടമായൊരു പലഹാരം തന്നെയാണ്. അത് പ്രത്യേകിച്ച് അമ്മ എന്നൊരു സ്ഥാനത്ത് നിൽക്കുന്ന ഏതൊരു സ്ത്രീ ഉണ്ടാക്കിയാലും അതിന് സ്നേഹത്തിൻ്റെ ഒരു തുള്ളി രുചി കൂടും. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ
അതായത് അമ്മയുടെ കൈയും കൊണ്ട് അരച്ച മാവ് കൊണ്ട് ഉണ്ടാക്കിയ ദോശ എന്ന് പറയുമ്പോൾ അതിൻ്റെ 2 തുള്ളി സ്നേഹം കൂടും. അത് കഴിക്കുന്ന ഞാനാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞു, അമ്മ എന്ന സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സ്ത്രീ ഉണ്ടാക്കിയാൽ 1 തുള്ളി സ്നേഹം തീർച്ചയായിട്ടും കൂടും. എന്തുകൊണ്ട് ഞാൻ രാധികയുടെ അമ്മയാണ്? അതാണ് ഞാൻ പറഞ്ഞത്, അത് എൻ്റെ അമ്മയാവുമ്പോൾ 2 തുള്ളി സ്നേഹം കൂടും. നിങ്ങളുടെ 1 തുള്ളിയേ ഉള്ളൂ. I think you've done well enough. This is a certificate. എൻ്റെ പേര് സനം ഡയാന നെൽസൺ എന്നാണ്. എനിക്ക് ഡാൻസ് ചെയ്യാൻ താല്പര്യമുണ്ട്. പിന്നെ ഞാൻ എൻ്റെ കുട്ടിയുടെ മുമ്പ് വലിയൊരു ഗായികയാണ്. ഘനശ്യാമവൃന്താരണ്യം രാസകേലിയാമം നീ കുഞ്ചങ്ങൾ കുയിൽ പാട്ടിൽ പകർന്നാടും നേരം കാച്ചി വെച്ച ചൂട് പാൽ ഓടിച്ചെന്നു നക്കി കൊച്ചു പൂച്ച ചെയ്ത് എപ്പോൾ കൊച്ചു നാവ് പൊള്ളി ങ്യാവ് ങ്യാവ് ങ്യാവ്. ഇത് ഈ മോന് പാടി, മോനോ മോളോ? മോള്. മോക്ക് പാടി കൊടുക്കുമ്പോ പാട്ടാണോ അതോ ദിവസവും ഇങ്ങനെ ഡാൻസ് ചെയ്യോ? അല്ല, കുട്ടി കരയുമ്പോ ചെയ്തു കൊടുക്കാനുള്ള. അപ്പൊ മമ്മിയുടെ കോമാളിത്തരം കാണുമ്പോ കുട്ടി ചിരിച്ചോളും. ശരി സനം, ഞങ്ങൾ അറിയിക്കാം. I am Preeta Piyus. I am running an event management company. സഹ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെൻ്റെ കേരളം. നീലസാഗരം അതിൻ്റെ തമ്പുരുവിനുണർത്തിടുന്നു സ്വരസാന്ത്വനം. സക്രിയയുടെ കോട്ടയം മലയാളം. ഒരു കാമുകി കാമുകനോട് പറയുന്നതാണ്, എന്നെ നശിപ്പിച്ചായി കാണിച്ചു. ഇന്നലെ ഞാൻ എന്തരേ നേരെ പോസ്റ്റ് ഓഫീസിന്റെ തിണയിൽ കാത്തു നിന്നത്. എന്നാന്ന് ഇങ്ങനെ സ്നേഹമൊക്കെ പോയോ? അക്ക മീൻ എന്തരേ മലിവണ്ട, മീൻ അരുത്തി തന്നെടിയേ, എന്നാ അവരെ നൊത്തോലേ മാത്രമേ ഉള്ളൂ. All right, Preeta, you've done well for you. Thank you so much. Yourself.